ഒരു വെറൈറ്റി ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കളറിംഗ് ചാലഞ്ച് പറഞ്ഞാൽ എനിക്കും അധികം സെയിം പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം, വാട്ടർമെലൺ, ക്യാരറ്റ്, ഫ്ലവർ. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നമ്മൾ 36 ഷെയ്ഡിലെ പെൻസിൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ കളർ കൊടുക്കുക. ആദ്യൻ്റേതായ ഐഡിയാസിൽ കളർ കൊടുക്കുക. ഓരോ പിക്ചേഴ്സ് ഞാൻ എൻ്റേതായ ഐഡിയാസിലും കളർ കൊടുക്കുക. എന്നിട്ട് ഏറ്റവും നല്ല ചിത്രം കളർ കൊടുത്തിട്ട് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചാലഞ്ചിലേക്ക് പോകാം. നമുക്ക് തുടങ്ങാൻ പോവാണ്. ഞാനും പിങ്ക് കളറാണ് എടുക്കുന്നത്. മനമിക കോപ്പി അടിക്കാറില്ല, ഞാനും അടിക്കില്ല, മോനും അടിക്കില്ല. ഇറങ്ങാം. പരീക്ഷയ്ക്ക് എഴുതണ പോലെ കുത്തി വെച്ച് കൊടുക്കട്ടെ. അടുത്തത് നമ്മൾ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അതും ടഫ് പിക്ചേഴ്സ് വരയ്ക്കണം. വൃത്തിയിൽ കൊടുക്കണേ. ഒരു രസം കാണിച്ചു തരാം. ഞാനും ഐസ്ക്രീമിൻ്റെ ഇവിടെയും പിങ്ക്, അവനും പിങ്ക് ഗൈസ്. ഞാൻ ഈ ഒരു കളർ ഞാൻ ബ്രൗൺ ആണ്. ഞാനൊരു റെഡ്. അത് പോകേണ്ട നല്ല ഭംഗിയില്ല കോല. ഞാൻ ലൈറ്റായിട്ട് കൊടുക്കും. ഒരു വേറെ തരം ബ്രൗണാണ്. ബ്രൗൺ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. 2 ഷെയ്ഡാണ് ഞാൻ ബ്രൗണിൻ്റെ എടുക്കുന്നത്. ഒരു ഈ ഒരു ബ്രൗണും ഒന്ന് ഈ ഒരു ബ്രൗണും ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടാണ് നല്ല ഭംഗിയുണ്ട്. നമ്മളിനി ഐസ്ക്രീം ഏകദേശം കംപ്ലീറ്റ് ആവുന്നുണ്ട്. നമ്മുടെ പീച്ച് കളറാണ്. എനിക്ക് പീച്ച് കോളായി ചെറുതായിട്ട് അത് നല്ല ഭംഗിയുണ്ട്. ഐസ്ക്രീമിൻ്റെ കോളിൻ്റെ കളറ് ഇതെന്തുവാ അത്? എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഐസ്ക്രീം. എൻ്റെ ഐസ്ക്രീം കംപ്ലീറ്റ് ആയി. ഇതാണ് ആദ്യൻ്റെ ഐസ്ക്രീം. നിങ്ങൾ എന്നിട്ട് കമൻറ്റ് ചെയ്യുക ഏറ്റവും നല്ല ഐസ്ക്രീം. ഇനി അടുത്തത് വാട്ടർമെലൺ. തരട്ടെ. ഇത് വേണമെങ്കിൽ എടുത്തോ. ഞാൻ എടുക്കട്ടത്. അടുത്തോ തണ്ണിമത്തനെ ഏകദേശം ഒരേപോലെയാവും. പിന്നെ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ കുറേ ഷെയ്ഡുണ്ട്. റെഡിന് പല ഷെയ്ഡുണ്ട്, ഗ്രീനിനും പല ഷെയ്ഡുണ്ട്. അപ്പോൾ ഏറ്റവും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയത് ഏതാണോ അതിന് നിങ്ങൾ പറയുക. തണ്ണിമത്തൻ അവന് ഗ്രീനായിട്ട് കൊടുക്കണേ. ആദ്യം ഗ്രീൻ കളറുണ്ട്. രസമുണ്ട് കേട്ടോ ഈ ചാലഞ്ച്. രസമുണ്ടോ? പിന്നെ നമ്മളിതിൽ ടൈമർ വെക്കണമെന്ന് വിചാരിച്ചു, പിന്നെ വെച്ചില്ല. അയ്യോ ഇല്ല. ഗ്രീൻ കുറേ ഉള്ളതുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പല ഷെയ്ഡുണ്ട്. പല ഷെയ്ഡ് കുറേ ഷെയ്ഡുണ്ട്. കൊടുത്തു നോക്കാം. ഈ ഷെയ്ഡൊന്നും അല്ല.
പല സൈഡും കൊടുത്തിട്ട് ലാസ്റ്റ് എന്നിട്ട് മിക്സ് ആക്കിയാൽ മതി. ഈ ഒരു ഗ്രീനാണ് ഞാൻ കൊടുത്തത്. എൻ്റെ തണ്ണിമത്തൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തണ്ണിമത്തൻ ഇതാണ് ആദ്യത്തെ തണ്ണിമത്തൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. കയ്യിൽ തന്നവിടെ അടുത്തെടുക്കണം. അടുത്ത് ക്യാരറ്റാണ്. ക്യാരറ്റും തണ്ണിമത്തനെ പോലെ ഏകദേശം ഒരേപോലെയാവും. അവന് ഓറഞ്ചായിട്ട് കൊടുക്കണം. ഓറഞ്ച് മാറ്റാം. ഇതിൽ ഓറഞ്ച് ഒരു ഷെയ്ഡുള്ളൂ ഓറഞ്ച്. കിട്ടിയാൽ കാണിച്ചത്. ഓ അതറിയില്ല. ഓറഞ്ച് ഗ്രീന് പല ഷെയ്ഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഗ്രീന് ഞാൻ ഉദ്ദേശിക്കണം ഗ്രീൻ കിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്ന ഓറഞ്ച് കിട്ടി. ഓറഞ്ചിന് വല്ലാത്ത കളറാട്ടോ. പെൻസിൽ കളറിലെ ഒരു സുഖല്ലേ. ഞാൻ ഗ്രീനാ കൊടുക്കും. ആദ്യം ഗ്രീനാ കൊടുത്തോ. ഞാൻ ഗ്രീനാ. നമുക്ക് ഓറഞ്ച് വേറെ ഷെയ്ഡ് ഉണ്ടോ? അത് പറഞ്ഞു ഇത് ഓറഞ്ചാണോ? നമുക്ക് പരീക്ഷ. അതെ അതൊന്നും തരുന്ന ഇത് തരുന്ന നല്ല അതിക്ക് ഒരാളൊന്നും പറ്റിയില്ല വെച്ചാൽ അത് തളരൂല ഗൈസ്. ക്യാരറ്റാണ് പുറത്തേക്കൊക്കെ പോകുന്നത്. ഗൈസ് എൻ്റെ ക്യാരറ്റ് ഒരു ഇതുമില്ല ഗൈസ്. ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു ക്യാരറ്റില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ആദ്യ രസം. ഇനി ലാസ്റ്റ് വൺ പൂവിൻ്റെ ആണ് കോമഡി. ഞാൻ പൂ വരച്ചപ്പോൾ പൂവിൻ്റെ കുറച്ച് ഷേപ്പ് ഒന്ന് വ്യത്യാസമുണ്ട്. അത് ക്ഷമിക്കണം. നമുക്കിനി അടുത്ത കളറേ നമ്മൾ സിമ്പിളായിട്ട് കൊടുക്കുമ്പോൾ ഓറഞ്ച് ബ്രൗൺ എടുക്കണ്ടേ. ബ്രൗണ് ഉദ്ദേശിക്കുന്ന ഷെയ്ഡ്. ഞാൻ ബ്രൗണ് 2 ഷെയ്ഡാണ് മേലെ കൊടുത്തത്. ഒന്ന് കോളായപ്പോൾ അതിൻ്റെ മേലെ ഒന്നും കൂടി മേലെ കൊടുത്തു. അതിൻ്റെ ഓറഞ്ച് കംപ്ലീറ്റ് ആക്കുകയാണ്. ക്യാരറ്റ് വൃത്തിയില്ല ക്ഷമിക്കേണ്ടതാണ്. പിന്നെ പൊട്ടി എല്ലാവരും പൊട്ടി അടുത്ത നമ്മൾ സൂര്യകാന്തിൻ്റെ കളറാണ്. ഇനി ഇത് വരക്കരുതേ. അപ്പോൾ സൂര്യകാന്തി നമുക്ക് മാറ്റി പിടിക്കാം ഗൈസ്. ഓ ഗൈസ് എൻ്റെ ക്യാരറ്റിൻ്റെ ലുക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെയായിരുന്നു ലാസ്റ്റ്. നമുക്ക് ഫ്ലവർ വരയ്ക്കാം. ഫ്ലവർ ഏത് കളർ കൊടുക്കാം? ഓറഞ്ച് എവിടെ? ഓറഞ്ച് എവിടെ? ഓറഞ്ച് അവിടെ ചെയ്യുന്നില്ല. കിട്ടി കിട്ടി ഗൈസ്. നമുക്കിനി റബ്ബറും കിട്ടുമോ വായിക്കാൻ? കൈ കൊണ്ട് ഭയങ്കര പുറത്തേക്ക് പോകുന്നു. ഇതിൻ്റെ മാക്സിമം എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീം ഇവിടെ ഫുള്ള് പൊട്ടിച്ചിരിക്കും കിട്ടുന്നില്ല. ഓറഞ്ച് അല്ല ക്യാരറ്റ് ഫ്ലവർ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാട്ടർമെലൺ.
ഐസ്ക്രീമും ക്യാരറ്റാണ്. ഫ്ലവർ ഇഷ്ടമായി ഇപ്പെല്ലാം ശക്തറിയാൻ നമുക്ക് നമുക്കിനി ഇന്ത്യത് ആദ്യം റിസൾട്ട് തന്നെ നോക്കാം. ഇന്ത്യത് ഇവിടെ ഒരു കളർ നമ്മൾ ഇവിടെ ആദ്യം ഇനി കളർ കൊടുത്തു. അപ്പോൾ അതിൽ ഏറ്റവും ഭംഗിയുള്ളത് ആരുടെയാണെന്ന് പറയണം. പിന്നെ നമ്മൾ കളി രസമുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബാക്കിൽ പിന്നെയും പിക്ചേഴ്സ് വരച്ചു. അതേപോലെ ടൂലിപ്പ്, ഡോണറ്റ്, കേക്ക്, ഒരു കപ്പ്. അപ്പോൾ ഇനി ഇതാണ് കളർ കൊടുക്കാൻ നമുക്ക് ഡോണറ്റ് ആദ്യം കൊടുക്കാം കേട്ടോ. പിങ്ക് ഇത് പിന്നെടുക്കുന്നു. ഞാനും ഒരു കളർ എടുക്കാം. നമുക്കൊരു കളർ എടുക്കാം. മനസ്സിൽ ഞാൻ ഏതൊരു പിങ്ക് എടുക്കണം. ഇതിൻ്റെ ഇവിടെ കുറച്ച് എന്താ പറയുക നമ്മൾ ഡെക്കറേഷൻ്റെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളർ കൊടുക്കണേ. നമുക്ക് ബ്രൗൺ എടുക്കാം. ചോക്ലേറ്റ് കളർ ബ്രൗൺ എടുക്കാം. റെഡാ ബ്രൗണും റെഡ് വരാത്തോ ശരിക്കും നല്ല കളർ. ഇതാണ് ബ്രൗൺ കിട്ടി ഗൈസ്. ബ്രൗൺ ചോക്ലേറ്റ് കളർ. ഇതിനും എന്താണ് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുക ഏറ്റവും ഭംഗിയുള്ളതാണ് ആരുടെയാണ്. ഓരോ അതായത് ഐസ്ക്രീം ആരുടെയാണ്, ഇൻ്റെതാണോ ഓൻ്റെതാണോ അങ്ങനെ കമൻറ്റ് ചെയ്യുക. ഐസ്ക്രീമും ഓൻ്റെക്ക് ഇഷ്ടമായി. എൻ്റെ ഏകദേശം ഡോണറ്റ് പകുതി കൊടുത്തിട്ട് പിന്നെ ഡോണറ്റിൻ്റെ പകുതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ പകുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ യെല്ലോ പറഞ്ഞൊരു കളർ ഉണ്ടായിരുന്നല്ലോ. ഈ കൈ എടുത്താൽ നമ്മൾ ഡെക്കറേഷൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രൗൺ കൊടുത്തത് ഇങ്ങനെ ആവണം കൂടെ ഞാൻ കൊടുത്തു. ബ്രൗൺ നോക്കാം. ബ്രൗണ് 2 കളറിലുണ്ട്. കൺഫ്യൂഷൻ കളർ ഈ ഒരു ബ്രൗൺ അല്ല, എൻ്റെ ഒരു ഭാഗം ഓൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ. നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ എന്തെങ്കിലും കൊടുക്കാം. യെല്ലോ കളർ എവിടെ ബ്രൗൺ ഇല്ലേ? ഞാൻ നേരത്തെ ബ്രൗൺ ഉണ്ട്. ബ്രൗൺ ഉണ്ട്. ബ്രൗൺ ഉണ്ട് ഗൈസ്. കുറേ ബ്രൗൺ ഉണ്ട്. കുറേ ബ്രൗൺ ഉണ്ടായിരുന്നു. ഒരു ബ്രൗൺ ബ്രൗൺ അല്ല, നമുക്ക് ഡാർക്ക് ബ്രൗൺ ആണ്. ഈ ബ്രൗൺ ആണല്ലേ. ഓ അത് റെഡാ ബ്രൗൺ. ഫുള്ള് ഇതിപ്പോൾ ഓനാണ് കംപ്ലീറ്റ് ആക്കുന്നത്. എൻ്റെത് കഴിയാനായി ഇനി കുറച്ചും കൂടി കൊടുത്താൽ എൻ്റെ ഫിനിഷ്. ഇപ്പോൾ തൽക്കാലമുള്ള ബ്രൗൺ കൊണ്ട് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ച ബ്രൗൺ ഇതല്ല, ചോക്ലേറ്റ് ബ്രൗണിലെ അതിന് ഞാൻ എനിക്ക് കാണാനല്ല ബ്രൗൺ ഉണ്ട്. പക്ഷെ കുട്ടിയ ബ്രൗൺ കൂടെ കൊടുക്കും. എൻ്റെ ഡോണറ്റ് എൻ്റെ ഡോണറ്റ് ഇതാ ഇതേപോലെ ഓനിതായി വട്ടലിൻ്റെ ഉള്ളിൽ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണില്ല, കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കും. മറ്റേ പിങ്ക് ഈ പിങ്കല്ലേ, ഈ പിങ്കല്ലേ, ഈ പിങ്കോട്ട് ഈ പിങ്ക് ഇത്ര നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നു. ചെറുതായിട്ടാണ്
എൻ്റെ ഡോണറ്റ് ഫിനിഷ്. എന്നാ അടുത്ത കൊടുത്തോ. അടുത്ത് കൊടുക്കാം. നമുക്ക് പച്ച എടുക്കാം. പച്ച ഈ പച്ച കൊടുത്താൽ നമുക്ക് രസം ഉണ്ടാവാൻ നോക്കാം. ബ്ലൂ. ഈ പച്ച എടുക്കാം. നമ്മൾ ഡോണറ്റ് കംപ്ലീറ്റ് ആക്കി. ഒരു ബ്രൗൺ പിങ്ക് എല്ലോ തീമിലാണ്. ഇതൊന്നും കൂടി ഞാൻ പ്രൊഡക്റ്റ് ബ്രൗൺ ആണ്. ഡാർക്ക് സ്റ്റോൺ. അടുത്തത് ടൂലിപ്പ് കൊടുക്കാൻ തുടങ്ങി. തുടങ്ങി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ബ്രൗൺ അവിടെ ബ്രൗൺ കണ്ടുപിടിക്കും. ബ്രൗൺ ഉണ്ട്. ബ്രൗൺ എന്താണ് റെഡ് ഇതാണ് ബ്രൗൺ. ഒരു ഷെയ്ഡ് കൊടുത്താൽ റെഡാ. ബ്രൗൺ ആണ്. ഇതിങ്ങനൊക്കെ കളർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇതിങ്ങനൊക്കെയല്ലേ ബ്രൗൺ. ഞാൻ ടൂലിപ്പിൻ്റെ ഓനെ ലീഫും കൊടുത്തു സ്റ്റെമ്മും കൊടുത്തു. ഞാൻ ഫ്ലവറാണ്. ഗൈസ് ബ്ലൂ ടൂലിപ്പുകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്ലൂ ടൂലിപ്പ്. നമുക്കൊരു പിങ്ക് ടൂലിപ്പ് കൊടുക്കാം. ഇത് ഫുള്ള് പിങ്ക്. ഗ്രീൻ തൈര് കൊടുക്കാം. ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അതും നല്ല ടഫായിട്ടുള്ള പിക്ചേഴ്സ് ആവും. അത് നമ്മൾ തന്നെ വരയ്ക്കണം. അത് മാത്രമല്ല വേറൊരു വീഡിയോ കൂടി വരുന്നുണ്ട്. ഡ്രോയിങ് ചലഞ്ച് പറഞ്ഞിട്ട് അതിനിട്ടിട്ടില്ല. വരയ്ക്കുക. ഇനി ബ്രൗൺ കൊടുക്കാം. എൻ്റെ കൈ ഫിനിഷ് ആയി. ഫിനിഷ് ആയി ഗൈസ്. ടൂലിപ്പ് കാണിച്ചു കൊടുക്കാം. ടൂലിപ്പ് എൻ്റെ ലാസ്റ്റത്തെ ഇങ്ങനായിരുന്നു. ടൂലിപ്പ് രസമുണ്ടെങ്കിൽ രസമുണ്ടോ? രസം കിട്ടാം. ഈ ഡോണറ്റ് ഇഷ്ടപ്പെട്ടു. ടൂലിപ്പ് പിങ്കിലാണ് ടൂലിപ്പ്. ഞാൻ കുറച്ച് ബ്ലൂ ആക്കിയിട്ട്. അടുത്തത് കേക്ക് കൊടുക്കാം ഗൈസ്. അത് ഞാൻ ഓറഞ്ച് ഈ കേക്കിൽ ക്യാൻഡി ആദ്യമായിട്ടാണ് ക്യാൻഡിൽ എല്ലോ കളർ. മാറ്റരുത്. ക്യാൻഡില് ഓറഞ്ച് കളർ. സാരില്ല, ഓറഞ്ച് കളറിലെ ലൈറ്റും ഉണ്ട്. നമുക്ക് സാരി അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാൻഡിലിന് വൈറ്റ് കളറല്ലേ? ചോക്ലേറ്റ് കളർ. എന്ത് ക്യാൻഡിലിന്? ചോക്ലേറ്റ്. ഇതിന് വൈറ്റ് ഇല്ലേ? ഒരു സിൽവർ കൊടുക്കാം. സിൽവർ പോലെ. സിൽവർ ഉണ്ട്. ഒരു സിൽവർ പോലെ അവൻ ഓറഞ്ച് കൊടുത്തു. ബ്രൗൺ കിട്ടി ഗൈസ്. ഇതാണ് ശരിക്കത്തെ ബ്രൗൺ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ കിട്ടി ഗൈസ്. കൊടുക്കത്തില്ല ഗൈസ്. ഇത് ബ്രൗൺ തന്നെയാണ്. റെഡ്. ബ്രൗണും റെഡും മാറുന്നുണ്ട് ഗൈസ്. ഇനി കേക്കിന്റെ ഫിനിഷ്. ഇത് ബ്രൗൺ ആണ്. വല്ലാത്ത ബ്രൗൺ ആയിട്ട്. ഇത് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ബ്രൗൺ ആണ്. ഒന്നും കാണിച്ചു കൊടുത്താൽ ഇത് ബ്രൗൺ ആണ്. നിങ്ങൾ കമന്റ് ചെയ്യാം. ഇതൊരു വേറെന്തൊരു കളർ.